വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കേരള കോൺഗ്രസിനെ വലിയ ശക്തിയുള്ളൊരു പാർട്ടിയാക്കി നിങ്ങൾ മാറ്റി. അത് സന്തോഷമുണ്ട്. അത് മുന്നോട്ട് പൊക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ കഥകളെല്ലാം രൂപപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്. അതെന്നെ വെച്ചിട്ട് ആഘോഷിക്കും. നിങ്ങൾ അത് വെച്ച് മറ്റൊരു വാർത്ത ഉണ്ടാക്കും. ഞാനോർത്ത് കഴിഞ്ഞ 16-ാം തീയതി ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ ഞാനോർത്ത് അതുകൊണ്ട് കഥ തീർന്നെന്ന്. വീണ്ടും കഥ ഉണ്ടാക്കുക. അപ്പം ഇവിടെ ഞാൻ വന്നത് പ്രധാനമായും പിതാവിൻ്റെ സ്ഥാനാരോപണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു സ്വകാര്യ വിസിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. സഭയ്ക്ക് ഒരുപാട് ആശങ്കകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട്, വന്യജീവി ആക്രമണം, ഒപ്പം തന്നെ നിയമനം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ, അതൊക്കെ സംസാരിച്ചു. ഇല്ല, അതിനെപ്പറ്റിയല്ലോ. ഞാനൊരു സ്വകാര്യ വിസിറ്റിന് വേണ്ടി മാത്രം വന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. പുതിയതായിട്ട് ആരോപണം ആ ഘട്ടത്തിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് വന്ന് കണ്ടു, വിസിറ്റ് ചെയ്തു, ഞാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് സഭാ നേതൃത്വവുമായി അല്പം കൂടി ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്നൊരു അനിവാര്യത. ഇല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഞാൻ വന്ന ഒരു സ്വകാര്യ വിസിറ്റിന് വന്നു, നേരത്തെ വരാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോകും, കാണും. അതുമായിട്ട് അത് ഈ പറഞ്ഞ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഇല്ല, അത് മീഡിയയ്ക്ക് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തോന്നും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മുടെ ഈ കഥ രൂപപ്പെടുത്തുന്നത് മീഡിയയാണ്, അത് ആഘോഷിക്കുന്ന മീഡിയയാണ്. ഇതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ ഒരു പിന്തുണ എനിക്ക് ഉണ്ടാകണേ. ഇത് ഇവിടെ എത്തിയോ? അങ്ങനെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കഥയെല്ലാം 16-ാം തീയതി തീർന്നെന്ന് ഓർത്ത്. അപ്പോൾ ഏതൊക്കെയാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കേരള കോൺഗ്രസിനെ വലിയ ശക്തിയുള്ളൊരു പാർട്ടിയാക്കി നിങ്ങൾ മാറ്റി. അത് സന്തോഷമുണ്ട്. അത് മുന്നോട്ട് പൊക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. കേരള കോൺഗ്രസിലുണ്ട്. സീറ്റിനെ പറ്റി ഒരു ചർച്ചയും LDF ഇതുവരെ നടന്നിട്ടില്ല. അതേതൊക്കെയാലും ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ടേ ആ ചർച്ചയിലേക്ക് പോകൂ എന്നാണ് ഞാൻ കരുതുന്നത്. ആ യാത്രയിൽ ഞാൻ ഈ പറഞ്ഞ മധ്യ കേരള യാത്രയിൽ ഞാനായിരിക്കും അതിനകത്ത് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ അത് ലീഡ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. നിങ്ങൾ വരണം. ഇടയ്ക്ക് ചിലപ്പോൾ അത്യാവശ്യമുണ്ടെങ്കിൽ പാർലമെൻറ്റ് നടക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പാർലമെൻറ്റിൽ പോയെന്നിരിക്കും 1-2 ദിവസത്തേക്ക്. അങ്ങനെ ഞാൻ മുങ്ങി നിന്നു എന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പറയാം കേട്ടോ. പിന്നെ ബഡ്ജറ്റ് സെക്ഷന് ചിലപ്പോൾ ചില ആളുകളൊക്കെ MLA-മാരൊക്കെ ഒരിക്കലും പോയില്ലാത്ത നിയമസഭയിൽ ഇവിടെ കാണുമായിരിക്കും കേരളത്തിൽ. പക്ഷെ ഞാനങ്ങനെയല്ല. തീർച്ചയായിട്ടും നാടിൻ്റെ ആവശ്യത്തിന് നമുക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മൾ പോകും. അത് ഈ പറയുന്ന കേരള സംസ്ഥാനത്തെ ഏത് ജനവിഭാഗത്തിൻ്റെ ആശങ്കയുണ്ടെങ്കിൽ അത് ഇടപെടും, അത് അറിയിക്കും. അതിനുള്ള പരിഹാരം കാണും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം എത്രയോ സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ല, എത്രയോ കാര്യങ്ങൾ, പറഞ്ഞാൽ തീരെയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടുക മാത്രമല്ലല്ലോ, അതിനൊരു പരിധി വരെ നമ്മൾ അതിന് പരിഹാരം കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം ഒന്നും തീരെയല്ല. സഭാ നേതൃത്വവുമായി വലിയ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി ഇടതുമുന്നണി രംഗത്തിറക്കിയതാണെന്നൊരു സംശയമുണ്ട്. അല്ല, അത് നിങ്ങളുടെ സംശയം. അതിന് നിങ്ങളുടെ സംശയം. അങ്ങനെയൊന്നും സംശയമൊന്നും വേണ്ടെന്നേ. എല്ലാം ആർക്ക് വേണമെങ്കിലും സഭയുടെ അടുത്ത് വരാം. ഏത് സമുദായത്തിൻ്റെ അടുത്തും നേതാക്കന്മാരുടെ അടുത്ത് പോകും. ഞാൻ എത്രയോ മറ്റ് സമുദായ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ പോകും. ഞാൻ പോയിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് ഞാൻ കർഷകരുമായി എപ്പോഴും ചേർന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതവർക്ക് നല്ലപോലെ അറിയാം.